നമസ്കാരം. പരിശീലന കാലയളവിൽ അഗ്നിവീറുകൾ കാഴ്ചവെക്കുന്നത് മികച്ച പ്രകടനമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കരസേന പുറത്തുവിട്ട പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. സാധാരണ സൈനികരുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ക്ഷമത അഗ്നിവീറുകൾക്കാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പഠന റിപ്പോർട്ട് കരസേന പുറത്തുവിട്ടത്. അഗ്നിവീറുകളുടെ കഴിഞ്ഞ 2 ബാച്ചുകളായിരുന്നു കരസേന പഠനം നടത്തിയത്. അക്കാദമിക് പരീക്ഷകളിലും ഇവർ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അഗ്നിവീറുകളുടെ അക്കാദമിക തലത്തിലുള്ള പ്രകടനം, പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാനുള്ള കഴിവ് തുടങ്ങിയവയാണ് പഠന വിധേയമാക്കിയത്. അടുത്തിടെ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു ഉയർന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ലഭിക്കുന്ന പരിശീലനം അഗ്നിവീറുകൾക്ക് ഗുണം ചെയ്യില്ലെന്നും ഇവരെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടുന്നത് അപകടമാണെന്നുമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയ പ്രധാന ആക്ഷേപം. എന്നാൽ ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. യുവാക്കൾക്ക് ചുരുങ്ങിയ കാലയളവിലേക്ക് സൈനിക സേവനത്തിന് സാധ്യതയൊരുക്കുന്ന പദ്ധതിയാണ് അഗ്നിവീർ പദ്ധതി. 2022 സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. 18-നും 21-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അഗ്നിവീറുകളാകാനുള്ള അവസരം ലഭിക്കുക. 4 വർഷമാണ് സേവന കാലയളവ്. അതേസമയം കഴിഞ്ഞ മാസം വിരമിച്ച അഗ്നിവീറുകൾക്ക് അർദ്ധ സൈനിക സേനകളിൽ 10% സംവരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. CISF, BSF, SSB, RPF, CRPF സേനകളിലെ കോൺസ്റ്റബിൾ തസ്തികകളിലേക്കായിരുന്നു സംവരണം. ജോലിക്കായുള്ള കായിക പരീക്ഷകളിലും പ്രായത്തിലും ഇളവ് നൽകുമെന്നും അർദ്ധ സൈനിക സേനകളിലെ ഡയറക്ടർ ജനറലും പറഞ്ഞിരുന്നു. അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്ന് പ്രതിപക്ഷവും വിമുക്ത സൈനികരും ആവശ്യപ്പെടുന്നതിനിടെയാണ് കേന്ദ്രം പുതിയ സംവരണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. അഗ്നിവീറുകൾക്ക് അർദ്ധ സൈനിക സേനകളിൽ സംവരണം ഏർപ്പെടുത്തിയതോടെ കായിക പരീക്ഷകളിലും പ്രായത്തിലും ഇളവും ലഭിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഇളവ് പ്രകാരം അർദ്ധ സൈനിക സേനകളിലേക്കുള്ള പ്രവേശനത്തിലേക്ക് അഗ്നിവീറുകൾക്ക് കായിക പരീക്ഷയുണ്ടാകില്ല. കൂടാതെ ആദ്യ ബാച്ചിന് 5 വർഷവും തുടർന്നുള്ള ബാച്ചുകൾക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ഇതനുസരിച്ച് നിയമചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് CISF ഡയറക്ടർ ജനറൽ നീന സിംഗ്, BSF ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ, SSB ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി, RPF ഡയറക്ടർ ജനറൽ മനോജ് യാദവ്, CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് എന്നിവരും അറിയിച്ചിരുന്നു. പ്രതിപക്ഷം ആയുധമാക്കാൻ കരുതിവെച്ച ഒരു ബോംബായിരുന്നു അഗ്നിവീർ. എന്നാൽ അതങ്ങോട്ട് ഏറ്റില്ല എന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.